ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വെബ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബാഗ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള സെൽഫ് ബാഗേജ് ടാഗ് ആഡിങ് ഒരു മെഷീൻ അവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ വെബ് ചെക്ക് ഇൻ ആണെങ്കിൽ നമുക്ക് ബാഗ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വലിയ ക്യൂ ആയിരിക്കും അല്ലേ. ആ ക്യൂ നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൗണ്ടറിൻ്റെയും നടുക്കായിട്ട്, അതായത് ഡൊമസ്റ്റിക്കിൽ ചെക്ക് ഇൻ കൗണ്ടേഴ്സിൻ്റെയൊക്കെ നടുക്കായിട്ട് 2-3 മെഷീൻസ് എയർപോർട്ട് വെച്ചിട്ടുണ്ട്. സെൽഫ് ബാഗേജ് ഡ്രോപ്പ് സൗകര്യമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഈ പെൺകുട്ടി നമ്മളെ സഹായിക്കുകയാണ് എങ്ങനെ എടുക്കുന്നത് കഴിഞ്ഞാൽ, അത് ഇനീഷ്യൽ ഘട്ടം ആയതുകൊണ്ട് അവരതിനു വേണ്ടി കുറച്ച് സ്റ്റാഫിനെ നിയോഗിച്ചേക്കാണ് എങ്ങനെയാണ് ചെയ്തു തരുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മളവിടെ ഇരിക്കുന്ന മെഷീനിൽ നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ ബോർഡിംഗ് പാസ്, അതല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ മൊബൈലിലെ ബോർഡിംഗ് പാസിൻ്റെ ബാർകോഡ് കാണിച്ചാൽ മതി. ബാർകോഡ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പ്ലേസ് ചെയ്യാൻ പറയും. എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അവർ കാണിക്കും. അത് നമ്മൾ ആ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ബാർകോഡ് റീഡായിട്ട് നമുക്ക് ഉള്ള ബാഗിൻ്റെ ടാഗ് വരും. നമ്മൾ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ആ ഒരു വെയിങ് മെഷീനുണ്ട്. ആ വെയിങ് മെഷീനിൽ നമ്മൾ ബാഗ് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗിൻ്റെ കൃത്യമായിട്ടുള്ള വെയിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോഴുള്ള ചെക്ക് ഇൻ സ്റ്റാഫ് നമ്മൾക്ക് ചോദിക്കുന്ന കുറച്ചൊരു ചോദ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് ബാഗ് പാക്ക് ചെയ്തത്, ഇതിനകത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റേണ്ടതായിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്കാൻ യുവർ ബോർഡിംഗ് പാസ് എന്ന് കാണിക്കുന്നുണ്ടോ. സ്കാൻ യുവർ ബോർഡിംഗ് പാസ് എന്ന് കാണിക്കുന്നത് നമ്മൾ ആ ഒരു ഭാഗത്ത് അവർ കൃത്യമായിട്ട് അവിടെ ഇമേജ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. പോരാത്തതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്മൾ വെക്കേണ്ട പൊസിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് സ്കാനാവും. സ്കാനായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് വരും. നമ്മൾ ആ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ബാഗിൽ അറ്റാച്ച് ചെയ്യുക, ബാഗിൽ ടാഗ് ചെയ്യുക. നമുക്കറിയാമല്ലോ, ജസ്റ്റ് അത് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പശയുള്ളതുകൊണ്ട് ടാഗ് നന്നായി കൃത്യമായി ഒട്ടുന്നു. ഒട്ടിക്കഴിഞ്ഞാൽ ആ ബാഗ് നമുക്ക് നേരെ എടുത്ത് എന്ത് ചെയ്യാം, ആ ബാഗ് നമുക്ക് നേരെ എടുത്ത് കൺവെയറിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിന്ന് ഉപയോഗിച്ചേക്കുന്ന ബാഗ് എന്ന് പറയുന്നത് കുറേ സ്ട്രാപ്പൊക്കെ ഉള്ള ബാക്ക് പാക്ക് പോലത്തെ ബാഗാണ്. ഇങ്ങനെയുള്ള ഈ സ്ട്രാപ്സൊക്കെ ഉള്ള ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പോകുന്ന വഴി അവിടെ ഇവിടെയൊക്കെ കുടുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ടിട്ട് ഒരു ടബ് എടുത്ത് വെച്ചിട്ട്, അവിടെ ഇഷ്ടംപോലെ ടബ് അവൈലബിളാണ്. ഈ നീല കളറിലെ സാധനമാണ് ടബ്. ആ ടബ് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ആ ടബിനകത്തേക്ക് നമ്മുടെ ഈ ബാഗ്, ഈ വള്ളിയൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ബാഗാണെങ്കിൽ, ട്രോളി ടൈപ്പ് ബാഗാണെങ്കിൽ നേരെ അതിനകത്തേക്ക് ഇടാം. ടബ് വെച്ചിട്ട് നമ്മൾ ആ ടബിനകത്തേക്ക് ഈ നമ്മുടെ വള്ളിയുള്ള ബാഗ് വെക്കുന്നു. വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കയ്യിലൊന്നുമില്ല, ബാഗ് ഡ്രോപ്പിങ് കൺഫേം ചെയ്യുന്നു, ബാഗ് പോവുകയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. നമ്മൾ ആ മെഷീനിൽ എഴുതി കാണിക്കും 1 മൊമെൻറ്റ് പ്ലീസ്, നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് കൺവെയർ മൂവായി മെയിൻ കൺവെയറിലേക്ക് ബാഗ് പ്ലേസ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ബാഗ് മൂവായി മെയിൻ കൺവെയറിലേക്ക് പോയി, താങ്ക് യു എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ്. നമ്മളതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.